ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നോമ്പിലെ ചിന്തകളിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്താവിഷയം ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. ദൈവത്തെ നിരന്തരമായി അന്വേഷിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത നമ്മളവിടെ കാണുകയാണ്. ചോദിപ്പിൻ, നിങ്ങൾക്ക് നൽകപ്പെടും; അന്വേഷിപ്പിൻ, കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്കായി തുറക്കപ്പെടുമെന്ന് ആ വചനഭാഗത്തിൽ നമ്മൾ കാണുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ സുവിശേഷത്തിലൂടെ പ്രാർത്ഥനയുടെ ആഴത്തിലേക്ക് നമ്മെ നയിക്കുകയാണ്. ഈ വചനങ്ങൾ വെറും ഉപദേശം മാത്രമല്ല, അത് ദൈവരാജ്യത്തിൻ്റെ വാതിൽ തുറക്കുന്ന താക്കോലുകൾ കൂടെയാണ്. നമ്മുടെ ഓരോ പ്രാർത്ഥനയും ആരംഭിക്കുന്നത് തന്നെ കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന അർത്ഥത്തിലാണ്. നമ്മളൊക്കെയും സ്വയം പര്യാപ്തരല്ല, മറിച്ച് ദൈവത്തെ ആശ്രയിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു ആത്മാവിൻ്റെ നിലവിളി ശബ്ദമാണ് ഓർത്തഡോക്സ് ആരാധനയിൽ ഇപ്രകാരം നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധനായ സെയിൻറ്റ് ബേസിൽ ഇപ്രകാരം പറയുന്നു: പ്രാർത്ഥന ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുന്ന ആത്മാവിൻ്റെ ശ്വാസമാകുന്നു. അതുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും ഒരിക്കലും കുറവുണ്ടാവുകയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ പിന്നാലെ സഞ്ചരിക്കുന്നവർ എപ്പോഴും ഇടപെടാതെ ദൈവാശ്രയത്തോടെ ദൈവവാതിലിന് മുമ്പിൽ മുട്ടിക്കൊണ്ടിരിക്കണമെന്ന് സഭ നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധനായ ക്രിസോസ്റ്റം ഇപ്രകാരം പറയുന്നു: ദൈവം വൈകിപ്പിക്കുന്നത് നിരസിക്കാനല്ല, കൂടുതൽ നല്ലത് നൽകുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് ചോദിക്കുകയാണ്, ഒരു മകൻ അപ്പത്തിനെ ചോദിക്കുമ്പോൾ കല്ല് തരുന്ന പിതാവ് ആരാണ്? ഭൂമിയിലുള്ള മാതാപിതാക്കന്മാർ പരിമിതരാണെങ്കിലും സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനാണ്. അതുകൊണ്ട് ഒരിക്കലും സ്വർഗത്തിലെ ദൈവം, സ്നേഹമാകുന്ന ദൈവം, നാശകരമായിട്ടുള്ള ഒന്നും നമുക്ക് നൽകുകയില്ല. എന്നാൽ ഇവിടെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവം ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകും. ഇത് സാധാരണ ഒരു അനുഗ്രഹമല്ല, ഇത് ദൈവ സാന്നിധ്യത്തിൻ്റെ നിത്യവാസമാണ്. അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായത്തിൽ കാണുന്നത് പോലെ പെന്തക്കോസ്ത് ദിനത്തിൽ ശിഷ്യന്മാർക്ക് ലഭിച്ചതായ ആ അനുഭവം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തന്നെയാണ് ഇവിടെ സ്വർഗത്തിലെ ദൈവം തരുന്നത്. ഒരിക്കൽ ഒരു സന്യാസി ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ വെളിച്ചം തരണമേ. ദൈവം ഉടനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സാഹചര്യങ്ങളൊന്നും മാറ്റിയില്ല. എന്നാൽ ആ സന്യാസിയുടെ ഹൃദയം മാറ്റി. അവൻ തിരിച്ചറിഞ്ഞു, വാതിൽ പുറത്തല്ല, അകത്താണ് തുറക്കേണ്ടത്. അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ എന്നും പ്രാർത്ഥനയെ ഒരു കടമയായിട്ട് കാണാതെ അത് ദൈവസന്നിധിയിലേക്കുള്ളതായ ഒരു യാത്രയുടെ മാർഗമായി കണ്ടുകൊണ്ട്, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ സമർപ്പിതമായിട്ടുള്ളൊരു ജീവിതമായിട്ട് കണ്ടുകൊണ്ട് എന്നും ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാനായി ദൈവസാന്നിധ്യ അനുഭവത്തിൽ ജീവിക്കുവാൻ നമ്മുടെ ഈ നോമ്പ് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ അനുഗ്രഹങ്ങളും നേരുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.